ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ബജറ്റിൽ വലിയ പ്രതീക്ഷകളാണ് എനിക്കുള്ളത്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ യുവജനങ്ങൾ ആണും പെണ്ണും ഒരുപോലെ പറയണം, എൻ്റെ നാട്ടിൽ എൻ്റെ സ്വപ്നങ്ങൾ പുഷ്പിക്കുന്നതിന് വേണ്ടത്ര സൗകര്യങ്ങളുണ്ട്. പഠിക്കുന്നതിനും ജോലി നേടുന്നതിനും എനിക്കിവിടെ അവസരങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. ഞാൻ ഇവിടം വിട്ട് എവിടേക്കും പോകുന്നില്ല എന്ന് യുവജനങ്ങൾ പറയുന്ന തരത്തിലുള്ള ഒരു വളർച്ച, ആ വളർച്ചയ്ക്ക് കോപ്പ് കൂട്ടുന്ന തരത്തിലുള്ള ആദ്യ ബജറ്റാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇവിടുത്തെ യുവജനത, വേണമെങ്കിൽ നമുക്ക് ജൻസി എന്ന് പറയാം, അവർ അത്തരം പ്രതീക്ഷകൾ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്തത്. അദ്ദേഹത്തിന് വേണ്ടി ശക്തമായ വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതും. അപ്പോൾ അങ്ങനെയുള്ള ആ മുഖ്യമന്ത്രിയുടെ ആദ്യ ബജറ്റ്, അദ്ദേഹം ഒരു നല്ല സാമ്പത്തിക വിശാരദനാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഓരോ സാമ്പത്തിക ധനപ്രതിസന്ധിയുടെയും സാമ്പത്തിക കാര്യങ്ങളുടെയും യഥാർത്ഥ സ്ഥിതി, നിജസ്ഥിതി മനസ്സിലാക്കി മുന്നേറാൻ കഴിവുള്ളവൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ധനപ്രതിസന്ധി അതെത്ര ഉയർന്ന തോതിലാണ് എന്നുള്ളത് വൈറ്റ് പേപ്പർ പുറത്തു വന്നതോടുകൂടി പൊതുജനത്തിന് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ആധികാരിക സ്വഭാവം അദ്ദേഹത്തിൻ്റെ ഭാവം തന്നെയാണ്, ആധികാരിക സ്വഭാവം. വൈറ്റ് പേപ്പർ മുൻപോട്ട് വച്ചിരിക്കുന്നതിനേക്കാൾ ശക്തമായ രീതിയിലാകാം അദ്ദേഹം പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നത്, അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നതും. അപ്പോൾ എന്തായാലും ബജറ്റിൽ നമുക്ക് അത്തരം പരിഹാരങ്ങൾ തന്നെ കാണാം. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ചില സ്വപ്നങ്ങളൊക്കെ നേരത്തെ തന്നെ അഭിമുഖത്തിലൂടെയും പത്രവാർത്തയിലൂടെയും ഒക്കെ പത്രക്കാരോടും ഒക്കെ ആയിട്ട് പങ്കിട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ചില പങ്കിടലുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രതിസന്ധി മറികടക്കാൻ അദ്ദേഹം ചില ആഗോള മാതൃകകൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് തായ്വാനും അയർലൻഡും കണക്കിലെടുക്കുക. തായ്വാനും അയർലൻഡും എടുക്കുമ്പോൾ 1970കളിലും 80കളിലും കടുത്ത പ്രതിഭാ ചോർച്ച നേരിട്ട രാജ്യമാണ് തായ്വാൻ. അതായത് നമ്മുടെ ഇവിടെ ഉള്ളതുപോലെ തന്നെ കുട്ടികൾ പഠനത്തിന് വേണ്ടിയിട്ട് തായ്വാൻ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിരുന്നു. കാരണം അവിടെ വേണ്ടത്ര ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരുടെ ബൗദ്ധികമായ വളർച്ചയ്ക്ക് സഹായകമായ രീതിയിലുള്ള വളർച്ച വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. അതാണ് അവരെ തായ്വാൻ്റെ വെളിയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ അതിന് പരിഹാരം കാണാൻ തായ്വാൻ ഗവൺമെൻറ് എന്ത് ചെയ്തു? നാട്ടിൽ തന്നെ സയൻസ് പാർക്കുകളും വെഞ്ചർ ഫണ്ടുകളും സ്ഥാപിച്ച് മികച്ച സാഹചര്യമൊരുക്കി. ഇതോടെ വിദേശത്ത് പോയ വിദ്യാർത്ഥികൾ തന്നെ തായ്വാനിലേക്ക് തിരിച്ചു വന്ന ഒരു ചരിത്രമുണ്ട്. അതുപോലെ അയർലൻഡിൻ്റെ കാര്യം എടുത്താൽ 2008 ആഗോള പ്രതിസന്ധി നമുക്ക് ഓർമ്മയുണ്ട്. ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധി ബാധിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു അയർലൻഡ്. തങ്ങളുടെ തുറമുഖങ്ങളെയും വിവര സാങ്കേതിക വിദ്യയെയും കോർത്തിണക്കി വിദേശ നിക്ഷേപം ആകർഷിച്ചാണ് അവർ പ്രതിസന്ധിയെ അതിജീവിക്കുകയും പിന്നീട് വലിയ തോതിൽ അഭിവൃദ്ധിപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഇത്തരം മാതൃകകൾ, അതായത് ഏത് ധനപ്രതിസന്ധി ഘട്ടത്തിലായാലും ഏത് ബ്രെയിൻ ഡ്രെയിൻ ഘട്ടത്തിലായാലും ആ ഘട്ടങ്ങളെയൊക്കെ അതിജീവിച്ച് തിരിച്ചു വരാൻ പറ്റും, വളർച്ചയിലേക്ക് കുതിച്ചു ചാടാൻ പറ്റും എന്ന് സ്ഥാപിച്ച ധാരാളം രാജ്യങ്ങൾ ഉണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്നൊക്കെ പാഠം പഠിച്ച് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തെ വളർച്ചയുടെ പടവുകളിലൂടെ നയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രവാസി ബോണ്ടുകൾ വളരെ നല്ലൊരു ഐഡിയയാണ്. പ്രവാസി ബോണ്ടുകൾ അടിച്ചിറക്കിയാൽ വലിയ തോതിൽ ധനസമാഹരണം സാധ്യമാണ്. അങ്ങനെ ധനസമാഹരണം സാധ്യമാണ് എന്നതുകൊണ്ട് മാത്രം നമ്മൾ വികസിച്ചു എന്ന് പറയാനൊക്കില്ല. അതിൻ്റെ ഓരോ പൈസയും വളരെ ഉൽപാദനക്ഷമമായ രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അങ്ങനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു തുറമുഖ ഹബ്ബ് ആക്കി മാറ്റുക മാത്രമല്ല, ഒരു വ്യവസായ ഹബ്ബാക്കി പോലും കേരളത്തെ മാറ്റാൻ, അതുപോലെ തന്നെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കുക,
ഇതിനൊക്കെ അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസ ഹബ്ബ് ആക്കാൻ പറ്റുകയാണെങ്കിലാണ് നമ്മുടെ പ്രവാസി, അതായത് ബ്രെയിൻ ഡ്രെയിൻ, നമ്മുടെ നാട് വിട്ട് പഠിക്കാനായി പുറത്തേക്ക് പോകുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവർ ഇല്ല, എൻ്റെ നാട് എനിക്ക് പഠിക്കാൻ പര്യാപ്തമായ രീതിയിൽ വികസിച്ചിരിക്കുന്നു. അതായത് ഇപ്പോഴത്തെ ആധുനിക ടെക്നോളജിക്ക് അനുസരണമായി നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർവകലാശാല ക്യാമ്പസുകളും സർവകലാശാലകളും എല്ലാം മാറ്റണം. അങ്ങനെ ഒരു വലിയ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ലാഞ്ചന അറിഞ്ഞ് തന്നെ വിദ്യാർത്ഥികൾ അത് മനസ്സിലാക്കും. അതിനനുസരിച്ച് അവരുടെ ബ്രെയിൻ ഡ്രെയിൻ ഇല്ലാതെയാകും. അപ്പോൾ എത്ര കോടി രൂപയാണ് ഈ ബ്രെയിൻ മാത്രമല്ല ഡ്രെയിൻ ചെയ്തു പോകുന്നത്, അതിൻ്റെ കൂടെയുള്ള ഫിനാൻഷ്യൽ ഡ്രെയിൻ കൂടി ഓർക്കണം. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറുക, നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. 90,000 കോടി രൂപയാണ് നോൺ പെർഫോമിംഗ് ആയിട്ട് വിദ്യാർത്ഥികൾക്ക് കൊടുത്ത വായ്പ, വിദ്യാഭ്യാസ വായ്പ. 90,000 കോടി നോൺ പെർഫോമിംഗ് ആയിട്ട് കലാശിച്ചിരിക്കുന്നു എന്ന് ഏതാനും മാസം മുൻപാണ് ഞാൻ വെബ്സൈറ്റ് ശ്രദ്ധിച്ചത് കേട്ടോ. അന്ന് പറഞ്ഞിരിക്കും. ഇപ്പോൾ അതിൻ്റെയും കൂടിയിട്ടുണ്ടാവും, 1,00,000 കോടിയിലൊക്കെ അധികമായി കാണും. അത് നോൺ പെർഫോമിംഗ് ആയതാ. അപ്പോൾ എത്ര ബഹുലക്ഷം കോടികളാണ് വിദ്യാഭ്യാസ വായ്പയായിട്ട് പുറത്തു പോയിരിക്കുന്നത്. അത് കിട്ടേണ്ട കാലം കഴിഞ്ഞിട്ടും തിരിച്ച് കിട്ടുന്നില്ല. കിട്ടാതായതാണ് ഈ പറയപ്പെട്ട 90,000 കോടി എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ധാരാളം കുട്ടികളാണ് ഇങ്ങനെ പഠന ആവശ്യത്തിനും അത് കഴിഞ്ഞ് ജോലി, ഇത് രണ്ടും കൂടി ഉദ്ദേശിച്ച് കേരളം വിട്ട് ഓടുന്നത്. കേരളത്തിൽ ഇതൊന്നും ലഭ്യമല്ല എന്നതുകൊണ്ട്. അപ്പോൾ അത്തരക്കാരിൽ കോൺഫിഡൻസ് സൃഷ്ടിക്കാൻ കഴിയും ഇതുപോലെ ഒരു വിദ്യാഭ്യാസ ഹബ്ബ് ആകത്തക്ക രീതിയിൽ ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയാൽ. അതുപോലെ ഇപ്പോൾ നമുക്കറിയാം, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് ചേർന്ന് കിടക്കുന്ന അധിക ഭൂമിയുണ്ട്. അതിൽ തന്നെയുമല്ല, ഇപ്പോൾ ധവളപത്രത്തിൽ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും തുടർന്ന് പോകണോ. നമുക്കറിയാം 150 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 10-17 നഷ്ടം മാത്രം വരുത്തുന്നവയാണ്. ബാക്കി 137ഓളം എണ്ണം ബ്രേക്ക് ഈവൻ പോയിന്റിൽ വർക്ക് ചെയ്യുന്നവയാണ്. വളരെ കുറച്ച് മാത്രമാണ് ചെറിയ ലാഭം ഉണ്ടാക്കുന്നവ. അപ്പോൾ ഈ പറയപ്പെട്ട നഷ്ടത്തിൽ ഓടുന്നവയെ സ്വകാര്യവൽക്കരിക്കുമ്പോൾ തന്നെ ധാരാളം ഭൂമി അതുവഴിയായിട്ട് കിട്ടും. ആ ഭൂമി ഉപയോഗിച്ച് തന്നെ PPP മോഡിൽ വ്യാവസായിക മുന്നേറ്റത്തിനുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. വെറുതെ കിടക്കുന്ന ഭൂമി വാണിജ്യ സമുച്ചയങ്ങളായിട്ട് ലോജിസ്റ്റിക് ഹബ്ബുകളാക്കി ഒക്കെ വികസിപ്പിച്ചെടുക്കുക. അങ്ങനെയൊക്കെ വികസിപ്പിച്ചെടുത്താൽ ധാരാളം സാധ്യതകൾ സർക്കാരിന് ബജറ്റിൽ നിർദ്ദേശിക്കാനാകും. അതൊക്കെ നേടിയെടുക്കാനും പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന സ്വപ്നത്തെ താലോലിച്ച് അത് യഥാർത്ഥത്തിൽ നേടിയെടുക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി, അതായത് ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാക്കി, ആഗോള എഡ്യൂക്കേഷണൽ ഹബ്ബാക്കി മാറ്റുക. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പതുക്കെ ഇങ്ങോട്ട് വന്നുകൊള്ളും. പക്ഷെ നമ്മുടെ വിദ്യാർത്ഥികളെ പുറത്തോട്ടുള്ള പോക്ക് നിർത്താൻ പറ്റും. അതോടൊപ്പം വലിയ തോതിൽ നമ്മുടെ ഈ മൂലധന ചോർച്ച, മൂലധനം ഇവിടെ തന്നെ, അതായത് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി മറ്റു രാജ്യങ്ങളിൽ മോശപ്പെട്ട കോഴ്സിന് വേണ്ടിയിട്ടൊക്കെയാണ് പലപ്പോഴും പണം ചിലവാക്കുന്നത്. അതൊക്കെ ഇവിടെ തന്നെ ചിലവഴിക്കാൻ പറ്റുകയാണ് എങ്കിൽ ആ ബ്രെയിൻ ഡ്രെയിൻ മാത്രമല്ല ഫിനാൻഷ്യൽ ഡ്രെയിനും ഗവൺമെൻറ്റിന് ഈ ബജറ്റ് വഴി അതിനുള്ള നാന്ദി കുറിച്ചാൽ ഈ ബജറ്റ് വഴി വലിയ ചുവടുവയ്പ്പുകളിലേക്കായിരിക്കും തുടക്കം കുറിക്കുക.